2020 റഹീമിന്റെ പ്രായം എന്ന് പറയുന്നത് കേട്ടോ ചെറിയ ഒരു അശ്രദ്ധ മതി ഇതിനകത്ത് തെറ്റിപ്പോകാൻ. ഹായ് ഹലോ നമസ്കാരം, ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ LDC ആലപ്പുഴ പാലക്കാട് ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അത് വന്ന വഴിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. തൊട്ട് മുമ്പ്, അതായത് ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, പരീക്ഷയ്ക്ക് ടോപ്പിക്ക് പ്രതീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങളെ പ്രതീക്ഷിക്കുമ്പോൾ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളെ പ്രതീക്ഷിക്കണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 3 ഫേസിൽ നിന്ന് തന്നെ നമുക്ക് ആ ട്രെൻഡ് പിടികിട്ടി. അപ്പൊ ആ ട്രെൻഡിനനുസരിച്ച് തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ടോപ്പിക്സും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്സിൽ നിന്ന് 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? അതായത് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ശരിയല്ലേ? ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ക്ലോക്കിൽ നിന്നൊരു ചോദ്യം, അതുപോലെ തന്നെ ഓഡ് വൺ നേരത്തെ വന്നിട്ടുള്ളത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അനലോഗി ഭാഗത്ത് നിന്ന് ആ ഒരു രീതിയിലുള്ള എന്താണ് കോഡിങ് ആൻഡ് ഡീകോഡിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതൊക്കെ ആ ഒരു മെന്റൽ എബിലിറ്റി പാർട്ടിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരികയും ഇപ്പൊ ക്ലോക്ക് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അതേപോലത്തെ ചോദ്യങ്ങൾ നേരത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ വരാത്ത ചില ഏരിയാസ് മാത്സിൽ നിന്ന് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഭിന്നസംഖ്യകൾ അല്ലെ, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതുപോലെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഒക്കെ ചോദ്യങ്ങളൊക്കെ ആ രീതിയിൽ വന്നതാണ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന്, SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ഓൾജിബ്ര ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സമവാക്യങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റിലെ 8ാം ക്ലാസ്സിലെ അതിലെ ചോദ്യങ്ങളൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടത്. അപ്പൊ അതിനോടൊപ്പം ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഉത്തര സൂചിക തന്നപ്പോഴേ അതിനകത്ത് ഒരു ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിച്ചാണ് PSC തന്നിരുന്നത്. അപ്പൊ ആ ചോദ്യം നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് മെസ്സേജ് ഇട്ടു. അവർക്ക് വേണ്ടി പറയാണ്, ആ ഏജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് അവർ തെറ്റ് വന്നത്. അത് ശരിക്കും 2018 11/2018 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കിപ്പോ PSCയുടെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. 11/2018 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ സെയിം ക്വസ്റ്റ്യൻ ഒരക്ഷരം പോലും വ്യത്യാസമില്ലാതെ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാം. അവിടെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. എന്നാൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ ആൻസർ 6 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും അത് ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി എടുത്തിട്ട് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ചലഞ്ച് ചെയ്യാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പറഞ്ഞത്. നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും റെഡി അല്ലേ? നോക്കടാ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയും. എങ്കിൽ ഒരു പേനയുടെ വില എത്ര എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോ ഇത് സാധാരണ 8ാം ക്ലാസ്സിലെ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ പെയർസ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ. അതേപോലത്തെ ചോദ്യമാണ് അല്ലെ. പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു യൂണിറ്റ് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ 3 പെൻസിലും ഉണ്ട്, 4 പേനയുണ്ട് അല്ലെ. അപ്പൊ പെൻസിലിന്റെ വിലയെ നിങ്ങൾ A എന്ന് വിളിക്കൂ, പേനയുടെ വിലയെ നിങ്ങൾ B എന്ന് വിളിക്കൂ. കുഴപ്പമില്ലല്ലോ, അവിടെ തന്നെ അങ്ങ് എഴുതി പഠിക്കാം അല്ലെ. പെൻസിലിന്റെ വില A, പേനയുടെ വില B. കണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 3 പെൻസിൽ അല്ലെ. 3 പെൻസിലിന്റെ വില എത്രയാടാ? 3A എന്ന് എഴുതുക അല്ലെ. അതുപോലെ 4 പേനയുടെ വില എന്താടാ? 4B എന്ന് എഴുതുക അല്ലെ. അപ്പൊ 3Aയും 4Bയും ഇവരെ എത്രയും കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് 66 രൂപയാണ് കിട്ടുക. ഓക്കെ ആണോ? ഈ എഴുതിയ കാര്യം മനസ്സിലായല്ലോ. അതായത് 3 പേന ഉണ്ടായിരുന്നു, 4 പെൻസിൽ, അങ്ങനെയാണോ? അല്ല, ആദ്യം പെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 പെൻസിലും 4 പേനയും ചേർന്നാൽ 66. അടുത്ത സെന്റൻസിലേക്ക് പോവാണെങ്കിൽ 6 പെൻസിൽ, അപ്പൊ 6Aയും അതുപോലെ 3 പേന, അപ്പൊ 3B, ഇത്രയും കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് കിട്ടുന്നത് 72 ആണ്. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതിന് ഏറ്റവും എളുപ്പമുള്ള വഴി തന്നെ നമുക്ക് അങ്ങ് ഉപയോഗിക്കാം. അതായത് നമുക്ക് ഇവിടെ പെൻസിലിന്റെ വിലയാ കണ്ടെത്തേണ്ടത് ആണോ? അല്ല, പേനയുടെ വിലയാ. ഒരു പേനയുടെ എന്ന് വെച്ചാൽ Bയുടെ മൂല്യമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആരെ ഒഴിവാക്കുക? Aയുടെ മൂല്യത്തെ ഒഴിവാക്കുക. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം എന്താന്ന് വെച്ചാലേ, നമ്മുടെ കയ്യിലുള്ള ഇവിടെ ഒരു 3A ഇല്ലേ, ഇവിടെ ഒരു 4B ഇല്ലേ, അതാണ് 66.
ഇവിടെ താഴെ 6A ആണ്. അപ്പൊ നമുക്ക് ഈ A ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ഇക്വേഷൻ ഇല്ലേ അല്ലെ, ആ ഒരു ഇക്വേഷനെ നിങ്ങൾ ഇരട്ടിയാക്കുക. രണ്ടും ഉണ്ടങ്ങ് ഗുണിക്കുക. കുഴപ്പമുണ്ടോ? അപ്പൊ 3A എന്നുള്ളത് ഇരട്ടിയാക്കിയാൽ എന്താകുന്നു? 6A എന്നാകുന്നു അല്ലെ. ഇവിടെ ഒരു 4B ഉണ്ട്, അതിനെ ഇരട്ടിയാക്കിയാൽ എന്ത് കിട്ടും? 8B എന്ന് കിട്ടും. അതുപോലെ 66നെ ഇരട്ടിയാക്കിയാൽ നമുക്ക് 132 ഇത്രയും കിട്ടുമല്ലോടാ. ഓക്കെ ആണോ? അപ്പൊ മുകളിലത്തെ ഇക്വേഷൻ നമ്മൾ ഇരട്ടിയാക്കി. എന്തിനാണ്? ആ 6A അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. അപ്പൊ 6A 8B 132. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഇല്ലേ, ഇതിന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അത് അതുപോലെ തന്നെ ഇതിന്റെ താഴേക്ക് എഴുതുക. 6A പ്ലസ് 3B ഈക്വൽ ടു 72. ഇവരെ തമ്മിൽ കുറയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവരെ തമ്മിൽ കുറയ്ക്കുകയാണെ ഈ 6Aയിൽ നിന്ന് 6A പോയാൽ 0, അത് എഴുതേണ്ട കാര്യമില്ല. 8Bയിൽ നിന്ന് 3B കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടൂടാ? 5B എന്ന് കിട്ടത്തില്ലേ? 5B. 5B എന്ന് പറയുന്നത് ആരാണ്? 132 മൈനസ് 72 ആണ്. അത് എത്രയാ? അത് 60 ആണ് അല്ലെ. അപ്പൊ 5B എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ അവിടെ നിന്ന് B എഴുതാമോ എന്ന് ചോദിച്ചാൽ 60/5 എന്ന് എഴുതിയ അല്ലെ. B എന്ന് വെച്ചാൽ ഒരു പേനയുടെ വിലയല്ലേ. അപ്പൊ ഒരു പേനയുടെ വില എന്ന് വെച്ചാൽ 60/5 ആണ്. അപ്പൊ ബിയുടെ മൂല്യം എത്ര എന്ന് വെച്ചാൽ 12 രൂപ എന്ന് പറയാ. ഒരു പേനയ്ക്ക് എത്ര രൂപയാ? 12 രൂപ. കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിടികിട്ടിയോ? ഓക്കെ ആണേ. അതായത് ഇവിടെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് ആകപ്പാടെ ഇവിടെ പേനയുടെ വില മാത്രം മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈക്വൽ ആക്കാൻ പറ്റുന്ന ആളാരാ? പെൻസിലിന്റെ വില ഈക്വൽ ആക്കുക, എന്നിട്ട് അതിനെ കളയുക. മനസ്സിലായോ? അതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ ചെയ്താൽ എത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടിയ 66 രൂപയാണ്. പിന്നെ ഉള്ളത് 6 പെൻസിലിനും 3 പേനയ്ക്കും ആണെങ്കിൽ 72. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പേനയുടെ വില കണ്ടെത്തലാണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മാർക്ക് ചെയ്യുക. നമുക്ക് കളയേണ്ട ആൾക്കാർ ആരൊക്കെയാ? ഇവിടത്തെ ഒരു 3ഉം ഇവിടത്തെ ഒരു 6ഉം നമുക്ക് കളയണം. ഒന്നുകിൽ ഇതിനെ 6നെ പൂർണ്ണമായി 3 ആക്കി മാറ്റുക, അല്ലെങ്കിൽ ആ 3നെ 6 ആക്കി മാറ്റുക. ഇവിടെ നമുക്ക് ചെയ്യാൻ സൗകര്യം എന്താ? ആ 3നെ 6 ആക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പെൻസിൽ എന്ന് എഴുതുന്നതിന് പകരം ഞാൻ എന്തെന്ന് എഴുതുന്നു? 6 പെൻസിൽ എന്നെഴുതുന്നു. 6 പെൻസിൽ അല്ലെ. ഇവിടെ 4 പേന എന്നുള്ളത് അല്ലെ, 3നെ 6 ആക്കുമ്പോൾ 4നെ ഇരട്ടിയാക്കണം. എന്താക്കുക? 8B എന്ന് എഴുതുക. ശരിയല്ലേ? ഇവിടെ ഒരു 66 ഉണ്ടാവുള്ളത്. ഈ 66നെ ഇരട്ടിയാക്കിയാൽ 132 എന്ന് കിട്ടും. പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി താഴെയുള്ളത് അതുപോലെ തന്നെ എഴുതുക. താഴെയുള്ളത് എന്താണ്? 6 പെൻസിൽ അല്ലെ. പിന്നെ വരുന്നത് 3 പേന. അപ്പം 3B ഈക്വൽ ടു എത്ര കിട്ടുന്നു? 72നകത്ത് മാറ്റമൊന്നുമില്ല. താഴത്തെ വാല്യൂ ഒന്നും മാറിയിട്ടില്ല. അപ്പൊ ഇവരെ തമ്മിൽ കുറക്കുമ്പോൾ 6Aയും 6Aയും കൂടെ 0 ആയി അല്ലേ. പിന്നെ 8Bയിൽ നിന്ന് 3B പോയാൽ 5B ആണ്. 5Bയുടെ വില എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ B എത്രയാണ്? അല്ലെങ്കിൽ ഒരു പേനയുടെ വില എത്രയാന്ന് വെച്ചാൽ 60/5 എന്ന് എഴുതിയാൽ മതി. 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മൂല്യം 12. അപ്പൊ ഒരു പേനയ്ക്ക് 12 രൂപ വില. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ചെയ്യാൻ പറ്റിയില്ലേ? അത്രേ ഉള്ളൂ. അതുപോലെ ഒരു തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് സമയമെടുത്തു. ഓക്കെ, എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? കണ്ടുപിടിക്കേണ്ട സ്പീഡാണ്. ഒരു തീവണ്ടിയുടെ സ്പീഡ് കണ്ടുപിടിക്കാനാണ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് അല്ലെ. അതായത് ഇവിടെ സഞ്ചരിച്ച 360 കിലോമീറ്റർ, അത് സഞ്ചരിക്കാൻ എടുത്ത സമയം 4 മണിക്കൂർ 30 മിനിറ്റ് അല്ലെ. എടാ 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് 4.5 മണിക്കൂർ എന്ന് വിളിച്ച പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇത് 4 മണിക്കൂർ 30 മിനിറ്റ് എന്നതിന് പകരം 4.5 മണിക്കൂറാണ് സേഫ്. അപ്പൊ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഇവിടെ സഞ്ചരിച്ച ആകെ ദൂരം 360 അല്ലെ. 360നെ എന്ത് ചെയ്യുക? 4.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആണല്ലോ. അപ്പൊ ഈ 4.5 ഇരട്ടിയാക്കുക, 360നെയും ഇരട്ടിയാക്കുക. പ്രശ്നമുണ്ടോ? ഈ 4.5 ഒന്ന് മാറ്റാൻ വേണ്ടിയാട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ 4.5 9/2 എന്നൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ 360 ഇരട്ടി എടുത്താൽ എന്ത് കിട്ടും? 720 എന്ന് കിട്ടും അല്ലെ. 4.5യുടെ ഇരട്ടി എത്രയാ കിട്ടുക? 9 എന്നാണ് കിട്ടുക. 72നെയും ഈ 9നെയും കൂടെ ക്യാൻസൽ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 8. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ 80. ഇവിടുത്തെ വേഗത, തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര എന്ന് വെച്ചാൽ 80 km/h. തെറ്റുമോ? തെറ്റരുത് കേട്ടോ. സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ ഇവിടെ 360 കിലോമീറ്റർ എത്ര സമയം? 4.5 മണിക്കൂർ അല്ലെ. അപ്പൊ 4.5 മണിക്കൂറിന് പകരം നമ്മൾ അതിന്റെ ഇരട്ടി 9 എന്ന് എഴുതുന്നു. അപ്പൊ 360ന്റെ ഇരട്ടി എടുക്കുക, മറക്കരുതേ. 360ന്റെ ഇരട്ടി എന്ന് വെച്ചാൽ 720 ആണ്. 4.5യുടെ ഇരട്ടി എന്ന് വെച്ചാൽ 9 ആണ്.
ഇപ്പൊ 72നെയും 9നെയും കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് 8 കിട്ടി. 8ഉം 0ഉം കൂടെ ചേർത്ത് വായിച്ചാൽ നമ്മുടെ വേഗത 80 കിലോമീറ്റർ പെർ അവർ. തെറ്റോ? തെറ്റൂല. ഈസിയാ. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏത്? അല്ലെ? ഇപ്പൊ ഭിന്നസംഖ്യകളിൽ വലുതും ചെറുതും കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. 0 ഇട്ട് ഹരിച്ചു നോക്കുക, അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഈ ചോദ്യത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒന്നും ചെയ്തില്ലെങ്കിലും ഉത്തരം കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന 4 ഭിന്നസംഖ്യകൾ ഉണ്ടോ? ആദ്യത്തേത് 2/5 ആണ്, അല്ലെ? അടുത്തത് 7/10 ആണ്. ഓക്കെ, അടുത്തത് നോക്കുമ്പോൾ അത് 3/4 ആണ്, അല്ലെ? അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് 2/1 ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ആദ്യത്തെ 3 ഭിന്നസംഖ്യകൾ എന്താണ്? സാധാരണ ഭിന്നസംഖ്യകളാണ്, അല്ലെ? ഈ സാധാരണ ഭിന്നസംഖ്യകളുടെ വില എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും, അല്ലെ? ഒന്നിന്റെ താഴെയായിരിക്കും ഇവരുടെ എല്ലാവരുടെയും വില, അല്ലെ? പക്ഷെ ഈ ഒരു ഭിന്നസംഖ്യയുടെ മാത്രം പ്രത്യേകത എന്താ അറിയോ? ഇത് വിഷമ ഭിന്നസംഖ്യ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ പറയും, ശരിയല്ലേ? ഇതിന്റെ വാല്യൂ എപ്പോഴും 1നേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 2 ആണ്. അപ്പൊ ഇതിനകത്ത് വലുത് ആരാണെന്ന് ഇനി ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഒരു സംശയം വേണ്ട, 2/1. ഇത്രയും സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ഇല്ല. മനസ്സിലായോ? അപ്പൊ ദാ നോക്ക്, വേറെ ഒന്നും ഇല്ലടാ, ഈ ഭിന്നസംഖ്യ ശ്രദ്ധിച്ചു നോക്കുക. ഭിന്നസംഖ്യകളിൽ 3 പേർ സാധാരണ ഭിന്നങ്ങളാണ്. അവരുടെ എല്ലാം വില ഒന്നിനേക്കാൾ താഴെയാണ്. ഒരൊറ്റ വിഷമ ഭിന്നേ ഉള്ളൂ, അതാരെക്കാൾ മുകളിലാണ്? ഒന്നിനേക്കാൾ മുകളിലാണ്. അതിനെ നമുക്ക് എന്ത് പറയാം? അതാണ് ഏറ്റവും വലുതെന്ന് പറയാം. സിമ്പിൾ, വേറെ ഒന്നും ചെയ്യണ്ട, ഇവിടെ ക്രോസ് ചെയ്യാനൊന്നും നിൽക്കണ്ട, വെറുതെ സമയം കളയണ്ട. അടുത്തൊരു ചോദ്യം, വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പന്റൈൻ ചേർക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 32 ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പന്റൈൻ ചേർക്കണം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെയിന്റും ടർപ്പന്റൈനും ആണല്ലോ ചേർക്കുന്നേ, ആണ്. ആദ്യം നമ്മൾ 24 ലിറ്റർ പെയിന്റ് എടുത്തു, അതിന് എത്രയാ ടർപ്പന്റൈൻ ചേർത്തേ? 3 ലിറ്റർ, അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്തെടുക്കാൻ പോകുന്നത് 32 ആണ്, അല്ലെ? 32 ലിറ്റർ ആണ്, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 24ഉം 3ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 24 3ലേക്ക് വരാൻ നമ്മൾ എന്ത് ചെയ്തു എന്ന് മാത്രം ആലോചിച്ചാൽ മതി. 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? 32നെ 8 കൊണ്ടങ്ങ് ഹരിക്കുക. 32/8 എന്ന് വെച്ചാൽ എത്രയാ? 4. ഇത്രയുള്ള ആൻസർ കേട്ടോ. അല്ലാതെ ഇതിനകത്ത് എക്സും വൈയും ഒന്നും ഇട്ടിട്ട് വെറുതെ സമയം കളയരുത്. നിങ്ങൾ ആലോചിക്കുക, 24 ലിറ്റർ പെയിന്റിന് ടർപ്പന്റൈൻ 3 ആയിരുന്നു. 24 3ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 3നെ 8 കൊണ്ട് ഗുണിച്ചാൽ 24, 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3, അല്ലെ? അങ്ങനെയാണെങ്കിൽ 32നെ ജസ്റ്റ് 8 കൊണ്ട് ഹരിക്കുക, ആൻസർ 4. അപ്പൊ 4 ലിറ്റർ ടർപ്പന്റൈൻ ജോലി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെ? അടുത്തൊരു ചോദ്യം, 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സെത്ര എന്നുള്ളതാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് PSC തെറ്റായ ഒരു ഓപ്ഷനാണ് ഇപ്പൊ നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീയിൽ തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്യാൻ പറ്റും. 2018 11/2018 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അതിനകത്ത് PSC തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ ആൻസർ തന്നിട്ടുണ്ട്, 10. ഇവിടുത്തെ ആൻസർ, റൈറ്റ് ആൻസർ 10 ആണ്. ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് കാലയളവ് എടുത്ത് തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2024 എന്ന് പറയുന്ന വർഷത്തിലാണ്, അല്ലെ? അപ്പൊ 2024 എന്ന് പറയുന്ന വർഷത്തിലെ കഥയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 വർഷം മുമ്പ് എന്ന് വെച്ചാൽ 2020 എന്ന് പറയുന്ന വർഷത്തിൽ റഹീമിന്റെ പ്രായം എന്തായിരുന്നു? രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു, അല്ലെ? റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, രാമുവിന്റെ പ്രായമാണ് കണ്ടെത്തേണ്ടത്. അതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം, അല്ലെ? അപ്പൊ റഹീമിന്റെ പ്രായം എന്തായിരിക്കും? റഹീമിന്റെ പ്രായം നമുക്ക് y എന്നെടുക്കാം. പ്രശ്നമുണ്ടോ? അല്ലെ? ഈ y എന്ന് നിങ്ങൾ എടുക്കാൻ നിൽക്കണമെന്നില്ല, വൈയുടെ ആവശ്യമേ ഇല്ല, നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2020 റഹീമിന്റെ പ്രായത്തെ കുറിച്ച് ചിന്തിക്കാം. 2020 റഹീമിന്റെ പ്രായം എന്ന് പറയുന്നത് രാമുവിന്റെ പ്രായത്തിന്റെ എത്ര മടങ്ങായിരുന്നു? 3 മടങ്ങായിരുന്നു. അപ്പൊ 3x എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ എന്തായിരുന്നു?
രാമുവിന്റെ പ്രായം എക്സ് ആയിരുന്നു, റഹീമിന്റെ പ്രായം 3x ആയിരുന്നു. ഇങ്ങനെ എടുക്കാമല്ലോ എന്ന് 2020. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു എന്നാണ്. ഈ 2 വർഷം കഴിയുമ്പോൾ 2020ന്റെ കൂടെ 2 കൂട്ടിയാൽ പോരടാ, 2024 നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ കൂടെ 2 വർഷം കൂട്ടുക. അപ്പൊ എവിടെത്തും? 2026 അപ്പൊ 2026 എത്തുമ്പോഴേ രാമുവിനും പ്രായം കൂടും, റഹീമിനും പ്രായം കൂടും അല്ലെ. അപ്പൊ രാമുവിന്റെ പ്രായം എക്സ് എന്നുള്ളത് എത്രയായിട്ട് മാറും? എക്സ് പ്ലസ് 6 ആവും. 6 വർഷത്തെ വ്യത്യാസം വരും, മറക്കരുത്. ഓക്കെ. റഹീമിന്റെ പ്രായം എന്ന് പറയുന്നത് 3x എത്ര കൂട്ടുക? 6 കൂട്ടുക അല്ലെ. ഈ സമയത്ത് എന്താകും എന്നാണ് പറഞ്ഞത്? 2 മടങ്ങാകും. അതായത് രാമുവിന്റെ പ്രായത്തിന്റെ ഇരട്ടി എടുത്താൽ, രാമുവിന്റെ പ്രായത്തിന് 2 കൊണ്ട് ഗുണിച്ചാൽ ആരുടെ പ്രായം കിട്ടും? റഹീമിന്റെ പ്രായം. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ 2020 രാമുവിന്റെ പ്രായം എക്സ് എന്നെടുത്തു, റഹീമിന്റെ പ്രായം 3x എന്നെടുത്തു. ഓക്കെ ആണല്ലോ. 2026 ആയപ്പോഴത്തേക്കും 2 പേർക്ക് എത്ര വയസ്സ് വീതം കൂടി? 6 വയസ്സ് വീതം കൂടിയപ്പോ രാമുവിന്റെ പ്രായത്തിന്റെ ഇരട്ടിയായി റഹീമിന്റെ പ്രായം അല്ലെ. അപ്പൊ രാമുവിന്റെ പ്രായത്തിന്റെ ഇരട്ടി എന്ന് വെച്ചാൽ 2x + 12 എന്നല്ലേ അല്ലെ. ഇവിടെ വരുന്നത് 3x + 6 എന്നല്ലേ ആണ്. അപ്പൊ ഇവിടുത്തെ 3x നിന്ന് ഈ 2x കുറയ്ക്കുക. 3x നിന്ന് 2x കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടി? x എന്ന് കിട്ടി അല്ലെ. ഇവിടെ ഒരു 12 ഉണ്ടായിരുന്നു. 12നെ എന്ത് ചെയ്യുക? 6 കുറയ്ക്കുക. 12ൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടി? 6. ഈ 6 PSC തന്നിരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഈ x എന്ന് പറയുന്നത് എന്നത്തെ പ്രായമാണ്? രാമുവിന്റെ 2020 പ്രായമാണ് അല്ലെ. രാമുവിന് 2020 എത്രയായിരുന്നു? x ആയിരുന്നു. എന്നാൽ ഇപ്പോൾ രാമുവിന് എത്ര എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ 2024. അപ്പൊ ഈ 6ന്റെ കൂടെ എത്ര കൂട്ടണോടാ? 4 കൂട്ടണേ, മറക്കല്ലേ. കൂട്ടിയില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഒരുപാട് പേര് ഈ 6 തന്നെ അടിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച ആൻസർ തന്നെ PSC തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇരിപ്പുണ്ട്. അല്ല കേട്ടോ. ആൻസർ ഏതാണ്? 10 ഇപ്പോഴത്തെ പ്രായം ചോദിച്ചാൽ ഇപ്പോഴത്തെ പ്രായം തന്നെ പറയണം. ഓക്കെ. ഇത് ചെയ്യാൻ റേഷ്യോ മെത്തേഡ് വെച്ചിട്ടും പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ എന്തായിരുന്നു? 3 മടങ്ങായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? രാമു റഹീം അല്ലെ, രാം റഹീം ഇങ്ങനെ നമ്മൾ എടുത്തു. ഓക്കെ. ഇതില് എന്നായിരുന്നു? 4 വർഷം മുമ്പ് ഇവരുടെ പ്രായം ഏത് അംശബന്ധത്തിലായിരുന്നു? 1:3 എന്ന അംശബന്ധത്തിലായിരുന്നു. അതായത് 3 മടങ്ങാണല്ലോ. 1:3 എന്നായിരുന്നു 4 കൊല്ലം മുമ്പ്. ഓക്കെ അല്ലോ. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ ഇതെങ്ങനെയായി? 2 മടങ്ങായി എന്നാണ്. എന്ന് വെച്ചാൽ അംശബന്ധം എങ്ങനെ മാറിയെന്ന? 1:2 ആയിട്ട് മാറിയെന്നാണ്. അപ്പൊ അവിടുത്തെ ഒരു ഡിഫറൻസ്, കാലയളവിൽ വന്ന ഡിഫറൻസ് എത്ര വർഷം എന്നറിയാവോ? പുറകിലേക്ക് 4 വർഷം, അതുപോലെ മുന്നിലേക്ക് 2 വർഷം, അങ്ങനെ മൊത്തത്തിൽ 6 വർഷമാണ്. 6 years ആണ് അല്ലെ. അപ്പൊ അവിടുത്തെ കാലഘട്ടത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 6 വർഷമാണ്. അപ്പൊ ആദ്യം എങ്ങനെയായിരുന്നു? 1:3 ആയിരുന്നു. ഇപ്പൊ 1:2 ആയി. അപ്പൊ അതിങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ദാ നോക്ക്, ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 2 അല്ലെ. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം ജസ്റ്റ് 1 യൂണിറ്റാ. അത് നമ്മൾ അംഗീകരിക്കില്ല. കാരണം 2 പേരുടെ പ്രായ വ്യത്യാസം ഒരിക്കലും മാറാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2 കൊണ്ട് താഴെ ഗുണിക്കുക, ഈ 1 കൊണ്ട് മുകളിൽ ഗുണിക്കുക. ഈ 1 കൊണ്ട് മുകളിൽ ഗുണിച്ചാൽ ഈ അംശബന്ധം എങ്ങനെ മാറി? ആലോചിക്കേ. ഈ മുകളിലത്തെ അംശബന്ധം എങ്ങനെ മാറുന്നതെന്ന് വെച്ചാൽ 1:3 എന്ന് തന്നെ. അതിലൊരു വ്യത്യാസം ഇല്ല. എന്നാൽ ഈ 2 കൊണ്ട് താഴെ ഗുണിച്ചാൽ ആ അംശബന്ധം എങ്ങനെ മാറും എന്ന് വെച്ചാൽ 2:4. ഇനി ആ ഒരു ഗ്യാപ്പ് നോക്കിയേ. 2 സ്ഥലത്തും 2ന്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ആൾ ആരാണ്? റാമാണ്. അടുത്ത ആൾ ആരാണ്? റഹീമാണ്. ശരിയല്ലേ? അപ്പൊ ഈ റാമിന്റെ പ്രായമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇത് അങ്ങ് ബ്ലോക്ക് ചെയ്യുക. റാമിന്റെ ആ ഒരു ബോക്സ് ബ്ലോക്ക് ചെയ്യുക അല്ലെ. റാമിന്റെ നേരത്തെ ഉള്ള പ്രായം എത്ര എന്ന് വെച്ചാൽ അത് 1 യൂണിറ്റ് ആണ്. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ എത്ര യൂണിറ്റ് ആണ്? 2 യൂണിറ്റ് ആണ്. അപ്പൊ അവിടുത്തെ വ്യത്യാസം നോക്കുക. ഈ 1 യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റിലേക്ക് വന്നപ്പോൾ റാമിന്റെ പ്രായം എത്ര കൂടി? 1 യൂണിറ്റ് കൂടി അല്ലെ. റാമിന്റെ പ്രായം എത്ര കൂടി? 1 യൂണിറ്റ് കൂടി അല്ലെ. അപ്പൊ റാമിന്റെ പ്രായം എന്ന് 4 കൊല്ലം മുമ്പ് എത്രയായിരുന്നു എന്ന് വെച്ചാൽ ഈ 1 യൂണിറ്റ് തന്നെ എടുത്താൽ മതി. അപ്പൊ റാമിന്റെ 4 കൊല്ലം മുമ്പത്തെ പ്രായം എത്ര എന്ന് വെച്ചാൽ 6 തന്നെ എടുക്കുക അല്ലെ. അതിന്റെ കൂടെ 4ഉം കൂടെ ചേർക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രായം കിട്ടും 10. ഈ അംശബന്ധം വെച്ച് ചെയ്യാൻ അറിയുന്നവര് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇതൊന്നും ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. അംശബന്ധം വെച്ച് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇത് അറിയാത്തവർ ഇങ്ങനെ നോക്കണ്ട. നിങ്ങൾ എന്ത് തന്നെ ചെയ്താൽ മതി. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ എക്സെപ്റ്റ് ചെയ്താലും മതി, ഉത്തരം കിട്ടും കേട്ടോ. പക്ഷെ ഈ ചോദ്യത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ എടുത്ത് ചെയ്താൽ നമ്മുടെ സമയം വെറുതെ പോകും. സാധാരണ ചെയ്തെടുക്കുന്നതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി സമയം ഉണ്ടെങ്കിലേ ഈ ചോദ്യത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റൂ? ഓപ്ഷൻ ഇട്ട് ചെയ്യാൻ പറ്റൂ. കാരണം
നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്നും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലുള്ള പ്രായമേ അല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എടുത്ത് സമയം കളയരുത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. നോക്കടാ, ഇത് കോഡിംഗ് ആട്ടോ. ഓക്കെ, നോക്കാം. മാർക്ക് എന്ന് പറയുന്ന വേർഡ് MARK അല്ലേ? ഇതിന് തന്നിരിക്കുന്ന കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? PDUN എന്നാണ്. കണ്ടോ? അപ്പൊ എം എന്ന് പറയുന്ന ലെറ്റർ നോക്കിയാൽ അത് 13ാമത്തെ ലെറ്റർ ആണ്, ഇത് 1ാമത്തെ ലെറ്റർ ആണ്, ഇത് 18ാമത്തെ ലെറ്റർ ആണ്, കെ എന്ന് പറയുന്ന 11ാമത്തെ ലെറ്റർ ആണ്. എന്നാൽ ഇതിന് കോഡായിട്ട് തന്നിരിക്കുന്ന പി എത്രാമത്തെ ലെറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലെ? എത്രാമത്തെ ആളാ? 16ാമത്തെ ആണ്. ഇത് 4ാമത്തെ ലെറ്റർ ആണ്, ഇത് 21ാമത്തെ ലെറ്റർ ആണ്, ഇതോ 14ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ എല്ലാം നോക്കി അറിയാം. 13ൽ നിന്ന് 16ലെത്തി 3 കൂടി, 1ൽ നിന്ന് 4ലെത്തി 3 കൂടി, 18ൽ നിന്ന് 21ലെത്തി 3 കൂടി, 11ൽ നിന്ന് 14ലെത്തി 3 കൂടി. ഓരോ സ്ഥലത്തും 3 വീതം കൂടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്കോർ എന്ന് പറയുന്ന മറ്റൊരു വേർഡ് SCOR, സ്കോർ അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു കോഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എസിനോട് നിങ്ങൾ 3 കൂട്ടിക്കോളൂ. എസ് എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ? 19ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ 3 കൂട്ടി എഴുതുമ്പോൾ നമുക്ക് 22ാമത്തെ ലെറ്റർ വേണം അല്ലടാ? 22ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് വി ആണ്. ഓക്കെ, ഇത് 3ാമത്തെ ലെറ്റർ ആണ് സി. ഇതിനോട് നമ്മൾ 3 കൂട്ടിയാൽ ഏത് കിട്ടും? 6ാമത്തെ ലെറ്റർ ആയ ഏത് കിട്ടും? എഫ് കിട്ടും. ഇനി ഒ എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ ആണ്. ഇതിനോട് നമ്മൾ ഒരു 3 കൂട്ടിയാൽ 18ാമത്തെ ലെറ്റർ ആരാ? ജി ആണോ? അല്ലല്ലോ, അല്ല. മനസ്സിലായോ? ഇത് കണ്ടിട്ട് വി എഫ് അത് കഴിഞ്ഞിട്ട് എഫിന്റെ ജി ആണെന്ന് പറയരുത് കേട്ടോ. 18ാമത്തെ ലെറ്റർ ആയ ആർ എടുക്കാം. എടുത്തൂടെ? ആണ്. ഈ ആർ എന്ന് പറയുന്ന 18ാമത്തെ ലെറ്റർ ആണ്. അതിനോട് നമ്മൾ 3 കൂട്ടിയാൽ 21ാമത്തെ ലെറ്റർ ആയ യു എടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ VFRU എന്നാണ്. VFRU തെറ്റിപ്പോകരുത് കേട്ടോ. ചെറിയ ഒരു അശ്രദ്ധ മതി ഇതിനകത്ത് തെറ്റിപ്പോകാൻ. കാരണം എന്താ അറിയോ? ഓപ്ഷൻ സി ഏകദേശം സമാനമായിട്ട് കിടപ്പുണ്ട്. അത് നമുക്കൊരു പണി തരാൻ സാധ്യതയുള്ളതാണ്. ശ്രദ്ധിക്കുക. ജസ്റ്റ് 3 കൂട്ടി എഴുതി, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി കൂട്ടത്തിൽ ഒറ്റയാനെ കണ്ടെത്തുക. അറിയാത്ത ആരും ഇല്ലല്ലോ. 2, 3, 4, 5. 2, 3, 4, 5. 2 പ്രൈം നമ്പർ, 3 പ്രൈം നമ്പർ, 5 പ്രൈം നമ്പർ, 4 മാത്രമാണ് ഒരു കോമ്പോസിറ്റ് നമ്പർ. സോ 4 അല്ലെ? ഒരുപാട് പേര് ഇത് തെറ്റിദ്ധരിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് കൂട്ടത്തിൽ സ്ക്വയർ നമ്പർ ആര് മാത്രമേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്താലും ശരിയാ. മനസ്സിലായോ? വേറെ ഒന്നും വരാനില്ല കേട്ടോ. അങ്ങനെ ചെയ്താലും ശരിയാ. പക്ഷെ ഒറ്റയാനെ കണ്ടെത്തുമ്പോൾ 3 പേർക്ക് ഒരു പൊതു സ്വഭാവം, അവരെ 3 പേർക്ക് കിട്ടില്ലാത്ത ഒരു സ്വഭാവം വേറൊരാൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്കുള്ള ആ പൊതു സ്വഭാവം ഒഴിവാക്കി നിർത്തുമ്പോൾ വേറൊരാളുണ്ടോ അയാളെ ചൂസ് ചെയ്യുക. ആ രീതിയിൽ ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും ഇവിടുത്തെ ആൻസർ ഏതേ വരത്തുള്ളൂ? 4 വരത്തുള്ളൂ. ചെയ്യാൻ പറ്റൂലേ? പറ്റും. അടുത്ത ചോദ്യം, 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. ഓക്കെ, അവരുടെ തുക 96. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സിറ്റ് ചെയ്തോ. 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടി. അപ്പൊ രണ്ടാമത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ ആദ്യത്തേത് 5x. മനസ്സിലായോ? അപ്പൊ ഇവരുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. 5x ഉം കൂടെ ചേർത്ത് എഴുതിയാൽ 6x എന്ന് വായിക്കാം. 6x 96 ആണ് അല്ലെ? അപ്പൊ അവിടെ നിന്ന് എക്സ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 96/6 എഴുതിയാൽ മതി. 96നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടി? 16. ഇതിൽ ചെറിയ നമ്പർ ഏതെന്നാണ് ചോദ്യം? അതാരാ? 16. കണ്ടോ? സിമ്പിൾ. ഇങ്ങനെ ചെയ്യാം. ഇനി എക്സ് ഇടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യത്തെ നമ്പറിനെ എന്തായിട്ട് പരിഗണിക്കുക? 5 യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുക. 5. രണ്ടാമത്തെ നമ്പർ 1. 5 1 കൂടെ കൂട്ടിയാൽ എത്ര നോക്കുക? എത്രയാ? 6 അല്ലെ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ 1 യൂണിറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ തുക എത്ര നോക്കിയേ? 96 അല്ലേ? 96നെ ജസ്റ്റ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 96നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ശരിയല്ലേ? 96നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് എന്താണ്? ആദ്യത്തെ സംഖ്യ രണ്ടാമത്തേതിന്റെ എന്താണ്? 5 ഇരട്ടിയാണ്. അപ്പൊ 5 1 6. ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ട് അവരുടെ 6 മടങ്ങ് 96 വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 96 16ന്റെ 6 മടങ്ങ് വരുന്നുണ്ട്. 80ന്റെ വരുന്നില്ല, 36ന്റെ വരുന്നില്ല, 30ന്റെയും വരുന്നില്ല. അങ്ങനെ ചെയ്താലും ശരിയാ. ഈസി അല്ലേ? അടുത്തൊരു ചോദ്യം, സെൻസ് ഓഫ് ഡയറക്ഷൻ, ദിശാവബോധം. ഞാൻ പറഞ്ഞതാ, ദിശയിൽ നിന്ന് നമ്മുടെ ഈ പരീക്ഷയിൽ ഒരു ചോദ്യം വരുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. ശരിയല്ലേ? ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു അല്ലെ? അപ്പൊ സെൻസ് ഓഫ് ഡയറക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ദിശയെക്കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ അല്ലെ? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ. ഇത്രയും നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ് എന്നാണ് ചോദ്യം.
ദിശാവബോധമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? ഇപ്പൊ അധികം പടം ഒന്നും വരയ്ക്കാറില്ല. പടം ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട് അല്ലെ? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അല്ലാതെ നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നോക്കിക്കോ. ദിശ വരച്ചു നോക്കാതെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ എഴുതുകയാണ്. അതായത് ആദ്യം ഒരാൾ സഞ്ചരിച്ചത് 300 മീറ്റർ തെക്കോട്ട് എന്ന് വെച്ചാൽ എങ്ങോട്ടാ? സൗത്ത് 300 മീറ്റർ അല്ലെ? പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോ തെക്കോട്ട് സഞ്ചരിച്ച ഒരാളുടെ ഇടത് സൈഡ് എങ്ങോട്ടാന്ന് ആലോചിക്കുക. നമ്മള് തെക്കോട്ടൊന്ന് തിരിഞ്ഞു നിൽക്കുക. അപ്പൊ വേണമെങ്കിൽ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യാം അല്ലെ? മുകളിലുള്ളത് നോർത്ത്, താഴെയുള്ളത് സൗത്ത്, വലത് ഭാഗത്ത് ഈസ്റ്റ്, ഇടത് ഭാഗത്ത് വെസ്റ്റ്. അപ്പൊ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. താഴോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ഏത് ഭാഗമാണ് ആദ്യം നോക്കേണ്ടത്? ഇടത് ഭാഗം. ഇടത് ഭാഗം എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ? ഈസ്റ്റിലോട്ടാ. ഈസ്റ്റിലോട്ട് എത്ര മീറ്റർ? 100 മീറ്റർ. ഓക്കെ. എന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു. അപ്പൊ ഈസ്റ്റിന്റെ വലത് ഏതാന്ന് നോക്കുക അല്ലെ? ഈസ്റ്റിന്റെ വലത് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? സൗത്ത് തന്നെയാണ്. സൗത്തിൽ എത്രയാ? 200 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ ആണല്ലോ. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു എന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ വലത് ഭാഗം ആരാ? സൗത്തിലേക്ക്. തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ വലത് ഭാഗം എന്ന് പറയുന്നത് വെസ്റ്റാ അല്ലെ? വെസ്റ്റ് എന്ന് വെച്ചാൽ പടിഞ്ഞാറ്. എത്ര മീറ്റർ നടന്നു? 100 മീറ്റർ. ഇത്രയാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഏത് ദിശയിലാണ്, എത്ര അകലെയാണെന്നാണ് ചോദ്യം. ഇത്തരം ഒരു ചോദ്യം വന്നാൽ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ നോക്കേണ്ടത് എതിർ ദിശ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. എതിർ ദിശ ഉണ്ടല്ലോ. ആരൊക്കെയാ? ഈസ്റ്റും ഉണ്ട്, വെസ്റ്റും ഉണ്ട്. ഇവർ തമ്മിൽ കുറയ്ക്കുക. ഈസ്റ്റിന്റെ 100ഉം വെസ്റ്റിന്റെ 100ഉം കുറച്ചു 0 ആണല്ലോ. ഇവിടെ ഒരു സൗത്ത് ഉണ്ട്, ഇവിടെ ഒരു സൗത്ത് ഉണ്ട്. രണ്ട് സൗത്ത് വന്നോ മക്കളെ? ഓക്കെ അല്ലേ? രണ്ട് സൗത്ത് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സൗത്ത് ഒരേ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സൗത്തിന്റെ 300ഉം സൗത്തിന്റെ 200ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സൗത്തിന്റെ 500. അപ്പൊ എത്ര അകലെയാണ് എന്ന് ചോദിച്ചാൽ 500 മീറ്റർ അകലെയാണ്. ഏത് ദിക്കിലാണ് എന്ന് ചോദിച്ചാൽ സൗത്തിലാണ്. സൗത്ത് എന്ന് വെച്ചാൽ ഏതാണ്? തെക്ക് ദിശയിലാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ 500 മീറ്റർ തെക്ക്. ഇവിടെ കിട്ടിയോ? പടം വരയ്ക്കരുത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും വെറുതെ പടം വരച്ച് സമയം കളയരുത്. പടം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചു, ഇങ്ങനെ ഉപയോഗിച്ചു, തിരിഞ്ഞു വന്നു, മറിഞ്ഞു വന്നു, പടം വരച്ച് കുറെ അങ്ങ് സമയം പോകും കേട്ടോ. ഇതിന്റെ ആവശ്യമില്ല. ആദ്യം ആലോചിക്കുക, തെക്കോട്ട് സൗത്തിലേക്ക് എത്ര പോയി? 300 പോയിട്ടുണ്ട്. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പൊ സൗത്തിന്റെ ഇടത് ഏതാന്ന് നോക്കുക. അതേതാണ്? ഈസ്റ്റ് ആണ്. ഈസ്റ്റിന്റെ 100 എഴുതി. ഓക്കെ. എന്നിട്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുന്നു. വലത്തോട്ട് തിരിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞു എന്നാ? തെക്കോട്ട് തിരിഞ്ഞു എന്നാണ്. അപ്പൊ വേണമെങ്കിൽ തെക്കിന്റെ 200 ഇവിടെ തന്നെ ആഡ് ചെയ്തോ. ഓക്കെ. അപ്പൊ തെക്കോട്ട് തിരിഞ്ഞ ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാൽ എങ്ങോട്ട് പോയി എന്നാണ്? വെസ്റ്റിലേക്ക്, പടിഞ്ഞാറേക്ക് പോയെന്നാണ് 100. ഒരേ ദിശ നമ്മൾ ഇപ്പൊ തന്നെ ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എതിർ ദിശ ആരൊക്കെയാ? ഈസ്റ്റും വെസ്റ്റും എതിർ ദിശയാണ് അല്ലെ? അപ്പൊ ഈ 100ൽ നിന്ന് ഈ 100 പോയാൽ പിന്നെ 0 ഉള്ളൂ. അതുകൊണ്ട് ബാക്കി നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് സൗത്തിലെ 300 + 200. 300ഉം 200ഉം ചേർന്നാൽ എത്രയാണ്? 500 മീറ്റർ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം 500 മീറ്റർ ആണ്. ഏത് ദിക്കിലാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് ദിക്കിലാ? തെക്ക് ദിക്കിലാണ്. ഓക്കെ. ഇത്രയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഇതെന്തായിരുന്നു? പ്രതിബിംബം അല്ലെ? പ്രതിബിംബമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഈ സീസണിൽ നമ്മൾ ഇതുവരെ കണ്ടില്ല. കോണളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നു. പിന്നെ സൂചികളുടെ പൊസിഷൻ വെച്ചിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പ്രതിബിംബത്തിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. 5:10 ആണ് സമയം. ക്ലോക്കിലെ സമയം എത്രയാണ്? 5:10 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം എത്ര? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? സമയം അതുപോലെ അങ്ങ് എഴുതുക അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സമയത്തെ നമ്മൾ 11:60ൽ നിന്ന് കുറയ്ക്കുക. ഓർമ്മയുണ്ടല്ലോ അല്ലേ? 11:60ൽ നിന്ന്, അതായത് 12 മണിയിൽ നിന്ന് കുറയ്ക്കുന്നു. കുറയ്ക്കുകയാണേ 60ൽ നിന്ന് 10 പോയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 50. 11ൽ നിന്ന് 5 പോയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 6. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം, യഥാർത്ഥ സമയം 6:50. കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രതിബിംബം നമ്മൾ എല്ലാവരും എപ്പോഴും ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. ആകപ്പാടെ കുറച്ച് സമയം എടുക്കുന്നത് 2 ചോദ്യങ്ങൾ മാത്രമായിരുന്നു. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമുക്ക് 1 മിനിറ്റിൽ താഴെ, അതായത് ഒരു 30 സെക്കൻഡ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാവുന്ന ചോദ്യങ്ങളായിരുന്നു മിക്കവാറും അല്ലെ? അപ്പൊ അത്ര വലിയ ടഫ് എന്ന് പറയാവുന്ന ഒരു പരീക്ഷ ആയിരുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഒരു ട്രെൻഡ് ഇവിടെ പാലിച്ചിട്ടുണ്ട്. എന്താണ്? ആവർത്തിക്കാതെ തന്നെ ആ ഒരു ഏരിയാസ് അല്ലെങ്കിൽ എന്താണ് ടോപ്പിക്കുകൾ ആവർത്തിക്കാതെ ചോദ്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആവർത്തിച്ചു എന്ന് പറയാവുന്ന ചോദ്യങ്ങൾ ഒരു 3 മാത്രമേ ഉള്ളൂ. ബാക്കി 7 ചോദ്യങ്ങൾ എങ്ങനെയാണ്? ആവർത്തിക്കാത്ത ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് അവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് വന്നിട്ടുമുണ്ട് അല്ലെ? അപ്പൊ ആ ചോദ്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ഫേസ് പരീക്ഷ എഴുതുന്നവർക്ക് ഇനി ഇതിന്റെ അനുബന്ധ ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, കണക്റ്റഡ് ഫാക്ട്സ് അങ്ങനെയുള്ള
ക്ലാസ്സസ് പുറകെ വരുന്നുണ്ടാവും. അപ്പൊ അത് മാരത്തോണായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ക്ലാസ്സസ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക അല്ലെ. ഇപ്പൊ നമുക്ക് ആപ്പിൽ തന്നെ റിവിഷൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പം ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ LDCയുടെ നമ്മുടെ ഗോൾഡ് കോഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നവര്, LDCയുടെ കോഴ്സുകൾ ഫോളോ ചെയ്യുന്നവര്, അതിനകത്തെല്ലാം നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസ് ബാക്ക് ടു ബാക്ക് ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് തൊട്ട് മുമ്പത്തെ പരീക്ഷയുടെ തലേദിവസം അതിന്റെ തലേക്ക് ദിവസം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഒന്ന് നോക്കിക്കോളൂ. ആ ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പൊക്കോളൂ. 10 മാർക്ക് കിട്ടും എന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ അടുത്ത പരീക്ഷയിലും പ്രഡിക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.